നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും പൊള്ളുന്ന ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് PM ശ്രീ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വിവാദം. വിദ്യാഭ്യാസ വികസനത്തിന്റെ പേരിൽ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതി, അതിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആരോപണങ്ങൾ, പിന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതിന് ലഭിക്കുന്ന വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ, ഇതെല്ലാം ചേർന്ന് വിഷയത്തെ വീണ്ടും ദേശീയ ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഈ വിവാദത്തിന്റെ സത്യം ആരുടെ വശം? സർക്കാർ പറയുന്ന നിലപാടുകളോ അതോ മുൻകാല തീരുമാനങ്ങളുടെ രേഖകളോ? കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളെ മോഡൽ സ്കൂളുകളാക്കി മാറ്റാനുള്ള വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണ്. സംസ്ഥാനങ്ങൾ MOU ഒപ്പുവെച്ചാൽ മാത്രമേ ഫണ്ടുകളും അപ്ഗ്രേഷനും ലഭ്യമാകൂ എന്നതാണ് നിലവിലെ സംവിധാനം. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ മുൻ സർക്കാർ ആദ്യം എതിർപ്പും പിന്നീട് ഭാഗിക സഹകരണ നിലപാടും സ്വീകരിച്ചതെന്ന രേഖകൾ പുറത്തുവരുന്നത്. ഇവിടെ രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നത് രണ്ട് വ്യത്യസ്ത നിലപാടുകളുടെ ഏറ്റുമുട്ടലിലൂടെയാണ്. ഒരു വശത്ത് കേന്ദ്രത്തിന്റെ നിബന്ധനകൾ സംസ്ഥാന സ്വയംഭരണത്തിൽ ഇടപെടുന്നു എന്ന വാദം, മറുവശത്ത് വികസന ഫണ്ടുകൾ ലഭിക്കാൻ സഹകരണം അനിവാര്യമാണെന്ന പ്രായോഗിക നിലപാട്. മുൻ സർക്കാർ ആദ്യം ആശയപരമായ എതിർപ്പ് ഇതിനോട് ഉയർത്തിയിരുന്നെങ്കിലും പിന്നീട് സാമ്പത്തികവും ഭരണപരവുമായ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് MOU ഒപ്പുവെച്ചുവെന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഇപ്പോഴത്തെ സർക്കാരിന്റെ വാദം ഇത് പൂർണ്ണമായും മുൻ സർക്കാരിന്റെ തീരുമാനങ്ങളുടെ തുടർച്ചയാണെന്നും പുതിയ ആരോപണങ്ങൾ രാഷ്ട്രീയമായി വളച്ചൊടിക്കപ്പെടുന്നതാണെന്നും ആണ്. കഴിഞ്ഞ സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെച്ചതിനാൽ കേരളവും നിലവിൽ പദ്ധതിയിൽ പങ്കാളിയാണെന്ന് മുഖ്യമന്ത്രി VD സതീശനാണ് വ്യക്തമാക്കി രംഗത്ത് വന്നത്. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ യോഗത്തിൽ വിശദമായ ചർച്ച നടന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കൺവീനറായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രിമാരായ റോജി M ജോൺ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവരാണ് മറ്റംഗങ്ങൾ. സമിതിയായിരിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും പദ്ധതിയുടെ തുടർ നടപടികൾ എന്നും VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെച്ചതിനാൽ കേരളവും നിലവിൽ പദ്ധതിയിൽ പങ്കാളിയാണ്. 99 കോടി രൂപയിലധികം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുണ്ട്. 106 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുമുണ്ട്. കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ആശയപരമായ എതിർപ്പ്. പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിന് നൽകണമെന്നതാണ് മറ്റൊരു നിബന്ധന എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. 2024 PM ശ്രീ സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരാണ് ഒപ്പുവെച്ചത്. നമ്മൾ നിർബന്ധിതരാവുകയാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ച് നമ്മൾ പണം വാങ്ങിക്കഴിഞ്ഞു. സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് ആലോചിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. PM ശ്രീയിൽ BJP ഇതര സംസ്ഥാനങ്ങളുമായി ഒന്നിച്ചു നീങ്ങും. കേന്ദ്രത്തിൽ നിന്നുള്ള പണം നമ്മുടെ അവകാശമല്ലേ എന്നും VD സതീശൻ ചോദിച്ചു. PM ശ്രീയിൽ നിന്നും പിന്മാറാൻ മുൻ സർക്കാർ ഒരു കത്തും നൽകിയിട്ടില്ല എന്നും VD സതീശൻ പറഞ്ഞു. അധികാരത്തിലേറി ഒരു മാസം തികയും മുൻപ് സർക്കാരിനെതിരെ നടക്കുന്നത് വൻ കള്ളപ്രചരണമാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ 4 VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും അന്ന് ഒരക്ഷരം പോലും മിണ്ടിയില്ല. പങ്കെടുത്തതിൽ തെറ്റില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അതൊന്നും മറക്കരുതെന്നും VD സതീശൻ കടന്നാക്രമിച്ചു. സർക്കാർ വന്നയുടൻ സഹകരണ സ്ഥാപനങ്ങളിലെ ഫീസ് കൂട്ടിയെന്ന് വ്യാജ പ്രചരണം അഴിച്ചുവിടുമെന്നും എന്നാൽ തങ്ങൾ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല എന്നും ഫെബ്രുവരിയിൽ കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റ് ആക്കിയെന്നും പ്രചരണമുണ്ടായി. ഒറ്റ ഓർഡിനറി ബസ് പോലും സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. പല സൗകര്യങ്ങൾക്കായി തിരുവനന്തപുരത്ത് സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ആക്കുകയാണ് ചെയ്തത്. വിപ്ലവ പദ്ധതിയുടെ തിളക്കം കുറയ്ക്കാൻ പച്ചക്കള്ളം പ്രചരിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. എന്നാൽ മുഖ്യന്റെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന തെളിവ് മലയാള മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ PM ശ്രീ പദ്ധതി നടപ്പാക്കാനില്ല എന്ന് മുൻ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റ് എന്നത് തെളിവ് സഹിതം പൊളിഞ്ഞു. കഴിഞ്ഞ വർഷം നവംബർ 12-ന് PM ശ്രീ നടപ്പാക്കാനാകില്ല എന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ച് കത്തയച്ചിരുന്നു. മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി K വാസുകി കേന്ദ്രത്തിന് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. PM ശ്രീ നടപ്പാക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആശങ്ക പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചെന്നും സമിതി റിപ്പോർട്ട് വരുന്നതുവരെ ധാരണാപത്രവുമായി മുന്നോട്ട് പോകാനാകില്ല എന്നും കത്തിൽ പരാമർശമുണ്ട്. അതിനാൽ PM ശ്രീ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്നും മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷമേ തുടർ നടപടികൾ ആലോചിക്കുന്നുള്ളൂ എന്നുമാണ് കത്തിന്റെ ഉള്ളടക്കം. ഇവിടെയാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത്. എതിർത്തു എന്ന് പറഞ്ഞ അതേ പദ്ധതി പിന്നീട് ഒപ്പിട്ടത് എന്തിന് എന്ന ചോദ്യം രാഷ്ട്രീയ വേദികളിൽ മുഴങ്ങുന്നു. ഇതിന് മറുപടിയായി ഭരണപക്ഷം പറയുന്നത് ഇത് വിദ്യാഭ്യാസ വികസനത്തിനായുള്ള നിർബന്ധിത പ്രായോഗിക തീരുമാനമാണ് എന്നതാണ്. അതേസമയം കോൺഗ്രസ് BJP ക്യാമ്പുകൾ പല ഘട്ടങ്ങളിലും ഒരേ വാദത്തിൽ എത്തുന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമാവുകയാണ്. കേന്ദ്ര പദ്ധതികളോട് ആദ്യം എതിർപ്പ്, പിന്നീട് അംഗീകാരം എന്ന കേരള രാഷ്ട്രീയത്തിന്റെ സ്ഥിരം മാതൃക തന്നെയാണ് ഇവിടെ UDF ആവർത്തിക്കുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിദ്യാഭ്യാസ ഫണ്ട് വിതരണവും സംസ്ഥാന കേന്ദ്ര ബന്ധത്തിലെ നയപരമായ സമ്മർദ്ദങ്ങളും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഒരുപക്ഷെ ഇതൊരു പദ്ധതിയുടെ വിവാദം മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ നിലപാട് മാറ്റങ്ങളുടെ ചരിത്രരേഖ കൂടി ആവുകയാണ്.